ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞാ എന്ന് സന്തോഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലോട്ട് ഓടിയെടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അന്ന് റസൂലുള്ളാഹിയോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലേ, അന്ന് എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് അക്സറുഹും അലയ്യ എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരാണ്. സിറാത്ത് പാലത്തിൽ നോക്കുമ്പോ റസൂലുള്ളാഹിയെ കണ്ടില്ലെങ്കിൽ നമ്മളോട് മീസാന്റെ സ്ഥലത്ത് വരികയാണ്. അവിടെയും റസൂലുള്ളാഹിയെ കണ്ടില്ലെങ്കിൽ താരത്തിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിയെ നോക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് കാണണോ ആ പ്രവാചകന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു ദിവസം പ്രധാനപ്പെട്ട 4 മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്. ഒന്നാമനായ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഒരു ദിവസം ഒരു മനുഷ്യൻ അങ്ങയുടെ പേര് 10 സ്വലാത്ത് ചൊല്ലിയ, ഒരു ദിവസം കേവലം 10 സ്വലാത്ത് അങ്ങയുടെ പേരിൽ ചൊല്ലിയ, അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലോട്ട് വന്ന് ജിബ്രീൽ എന്ന മലക്ക് പറയുമ്പോ മീകായിൽ പറയുകയാണ്, യാ ഹബീബല്ലാഹ്, 10 സ്വലാത്ത് ഒരു മനുഷ്യൻ അങ്ങയുടെ പേരിൽ ചൊല്ലിക്കഴിഞ്ഞാൽ മതി വരുമ്പോഴും അവർക്ക് ജലം കൊടുക്കുന്നതാണ്. ഒരിക്കൽ പോലും കുടിച്ചാൽ പിന്നെ ഒരിക്കൽ പോലും ദാഹിക്കാത്ത ആ കൗസലിൽ നിന്നും ധാരാളം ജലം ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോഴാണ് ഇസ്രാഫീൽ വന്നിട്ട് പറയുന്നത്, നബിയേ, ആ മനുഷ്യന് അല്ലാഹു പുറത്തു കൊടുക്കുന്നത് വരെ പരലോകത്തിൽ ഞാൻ സുജൂദിലായിരിക്കും നബിയേ, എന്റെ സുജൂദിൽ നിന്ന് പല ഉയർത്തണോ, ആ പാചകം അവനെ പുറത്തു കൊടുത്തുവെന്ന് എനിക്കറിയിപ്പ് കിട്ടണം. അസ്റായീൽ വന്ന് പറയുന്നു, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ റൂഹ് ഞാൻ കൊടുക്കുമ്പോ അവന് വേദനിക്കാതെ, അറിയാതെ, വ്യസനിക്കാതെ, ദുഃഖിക്കാതെ, പ്രയാസപ്പെടാതെ അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുമെന്ന് അസ്റായീൽ പറയുമ്പോ ഇത്രത്തോളം മഹത്വം നമുക്ക് ദുനിയാവിൽ കിട്ടുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നാളെ പരലോകത്തേക്ക് നമ്മൾ പോകാം. കൈകൊണ്ടുകൊണ്ടാൽ കൊണ്ടിരിക്കുന്ന മണിവീടങ്ങളുടെ നാടൻ കൊണ്ട് മുഖരിതമായ സ്വർഗത്തിലോട്ട് പോകാം. ആ സ്വർഗത്തിലോട്ട് നമുക്ക് നടക്കണമെങ്കിൽ ദുനിയാവിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയേ മതിയാവുകയുള്ളൂ. സ്വലാത്ത് ചൊല്ലാത്തവർക്ക് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നാളെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും എന്റെ പേര് സ്വലാത്ത് മറന്നു കഴിഞ്ഞാൽ, എന്റെ പേരിലുള്ള സ്വലാത്ത് ആരെങ്കിലും മറന്നു കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്കുള്ള പാത അവനെ പിഴച്ചുപോയി. മുഹമ്മദ് മുസ്തഫ